ഈ സംഭവിച്ചത് നിങ്ങൾ കേൾക്കണം. ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് അവരുടെ പാരൻസ് ഒരു കല്യാണത്തിന് പോയി. അവിടെ DJ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല സൗണ്ടിൽ. അവരതൊക്കെ എൻജോയ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങി. മുന്നേ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ പ്രതികരിച്ചിരുന്ന കുഞ്ഞ് ഇപ്പൊ പല സൗണ്ടിനോട് റിയാക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി കുഞ്ഞിന് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഈ ഒച്ചയുണ്ടല്ലോ, നമ്മുടെ കാറിൽ നല്ല ഒച്ചയിൽ പാട്ട് വെച്ചാൽ 80 ഡെസിബിൾ വരെ, തിയേറ്ററിൽ നല്ലൊരു ആക്ഷൻ മൂവി ആണെങ്കിൽ 100 ഡെസിബിൾ വരെ, അതുപോലെ DJ കോൺസേർട്സ് ഒക്കെ ആണെങ്കിൽ 120 ഡെസിബിലോ അതിന് മുകളിലോ പോകാം. അത്രയൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ ആ വൈബ്രേഷൻ ഫീൽ ചെയ്യാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 3 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് 50 ഡെസിബിൾ സൗണ്ട് വരെ പാടുള്ളൂ. ഇനി കുട്ടികളിൽ ജനറലി പറയുകയാണെങ്കിൽ 85 ഡെസിബിളിന് മുകളിലുള്ള സൗണ്ടിനോട് ഒരുപാട് നേരം എക്സ്പോസ് ആയാലോ, 100 120 ഡെസിബിൾ സൗണ്ടിനോട് പെട്ടെന്ന് എക്സ്പോസ് ആയാലോ അത് പെർമനന്റ് ഹിയറിംഗ് ലോസ് ഉണ്ടാക്കാം. സോ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ തിയേറ്ററും ഒരുപാട് ഒച്ചയുള്ള പ്രോഗ്രാംസിൽ നിന്നും മാക്സിമം ഒഴിവാക്കാം. ഇനി ഒച്ചയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ ബേബി സ്പെസിഫിക് ഇയർ മഫ്സ് യൂസ് ചെയ്യുക, സ്പീക്കറിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. സ്റ്റേ ഹെൽത്തി. നല്ലൊരു മെസ്സേജ് അല്ലേ? ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉച്ചത്തിൽ സൗണ്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക.